സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഓർത്തഡോക്സ് ബാവ. മദ്യനയം ജലരേഖ മാത്രമെന്ന് ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് എണ്ണം 1000-തോടടുക്കുകയാണ്. വാതിൽപ്പടി മദ്യവിതരണം കുടുംബങ്ങളെ തകർക്കും. മദ്യത്തിനെതിരായ LDF പരസ്യവാചകങ്ങളെയും ബാവ വിമർശിച്ചു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഏറ്റവും ഒടുവിലായുള്ള ഒരു ശുപാർശ ബെവ്കോയുടെ ശുപാർശയായിരുന്നു മദ്യം വീട്ടിലെത്തിച്ച് നൽകുക എന്നത്. ഇതിന് പിന്നാലെയാണോ ഇപ്പോൾ ഓർത്തഡോക്സ് ബാവയുടെ വിമർശനം വരുന്നത്? ദിവ്യ, ഫേസ്ബുക്ക് കുറിപ്പിലാണ് ബെസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സർക്കാരിന്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് ദിവ്യ സൂചിപ്പിച്ചതുപോലെ വാതിൽപ്പടിക്കൽ മദ്യം ഓൺലൈനായി എത്തിക്കുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയാകുകയും അതേക്കുറിച്ച് ബെപ്കോ ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം എന്നത് ശ്രദ്ധേയമാണ്. മദ്യനയം ജലരേഖ മാത്രമാണ് എന്നാണ് ഇപ്പോൾ ബാവ വിമർശിക്കുന്നത്. പ്രധാനമായും പരസ്യവാചകങ്ങൾ, സർക്കാരിന്റെ LDFന്റെ പരസ്യവാചകങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബാവ ഈ വിമർശനങ്ങൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് LDF വന്നാൽ മദ്യവർജനത്തിനായി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല കൂട്ടിയ സ്കൂളുകളാണ് എന്ന തരത്തിലുള്ള പരസ്യവാചകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് കേവലം വിപണി താല്പര്യം മാത്രമായിരുന്നുവെന്നും സംസ്ഥാനത്ത് 29 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 1000-തോളം ബാറുകളായി ഉയർന്നു എന്ന കാര്യവും ബാവ വിമർശനമായി ഉയർത്തുന്നു. കൂടാതെ വീടുകളിലേക്ക് മദ്യം ആനയിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം ഒട്ടും ഭൂഷണമല്ല, വാതിൽപ്പടി മദ്യവിതരണം കുടുംബങ്ങളെ തകർക്കുമെന്നും CPI പോലും സർക്കാരിന്റെ നയത്തെ എതിർക്കുന്നു എന്നുള്ള കാര്യവും ബാവ ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിരൂക്ഷമായ ഭാഷയിലാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിക്കുന്നത്. ദിവ്യ.